കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താടി, എന്താണ് നിനക്ക് സന്തോഷം? അതെ, ഇന്ന് വരൂല്ലോ. ആര്? ആരാ വന്നെ? പറയില്ല. പറാടി. 6 വർഷത്തെ പഠിത്തത്തിന് ശേഷം അമേരിക്കൻ ആള് വരാൻ പോവാ. അമേരിക്കന്ന് ആര് വന്നെ? സൈക്കിൾ ചവിട്ടുകാരൻ സണ്ണി. സൈക്കിൾ ചവിട്ടുകാരൻ സണ്ണി അല്ല, പിന്നെ സൈക്യാട്രിസ്റ്റ് സണ്ണി. മനസ്സാച്ചൻ ഞാൻ. ആരെങ്കിലും എന്താ വന്നാ പോരെ? അതെ, ആള് വരുമ്പോ എനിക്കൊന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. പരിചയപ്പെടുത്താം, പക്ഷെ നീ ഈ പെണ്ണുങ്ങളുടെ വരിയൊന്നും നിൽക്കരുത്. നല്ല ആണത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ നിൽക്കണം. ഞാനിങ്ങനെ നിന്നാ പോരെ? അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞേ, നല്ല ഗാംഭീര്യത്തോടെ നിൽക്കണം. അവൻ ആള് പെശകാണ്, മനസ്സിലായില്ലേ? പറഞ്ഞ് നാവിടത്തിൽ എത്തിയില്ലോ. എന്താ സഹദേവ? നീണ്ട 6 വർഷത്തെ പഠനം കഴിഞ്ഞ് ഞാൻ എത്തിയിരിക്കുന്നു. പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ഒതുക്കാനും. ഇവിടുള്ളത് ഏതവന്റെ പ്രേതമാണെങ്കിലും ശരി, ഹരിഹര സൂതനാണ്, ശബരിമല ശാസ്താവാണ്, ഞാൻ ഒതുക്കും. മണിച്ചിത്രത്തായിട്ട് പൂട്ടും. സാറേ, എന്താ ഇത്? ഞാൻ ആദ്യമായിട്ട് സാറിന് ഇത്ര അടുത്ത് കാണുന്നത്, അതിന്റെ ആനന്ദ കണ്ണീരാ. നമ്മളെ ഖ്യാനങ്ങളല്ലേ, ഇങ്ങനെ കരയാൻ പാടുണ്ടോ? അയ്യോ, വീണ്ടും കരയുന്നത് എന്തിനാ ഇങ്ങനെ കരയുന്നേ? ആദ്യമായിട്ട് എന്റെ മുഖത്ത് നോക്കിയുള്ള ആനയെന്ന് വിളിക്കണേ. ഒന്ന് പോ സാറേ, സാറിനുമില്ലേ അമ്മയും പെങ്ങന്മാരും? നശിപ്പിച്ച് ഞാൻ പറഞ്ഞ ആള് ശരിയല്ല, എനിക്ക് മനസ്സിലായി, ആള് ശരിയല്ല. നീ എന്ത് പണിയായി കാണിച്ചത്? ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ഇന്നാണ് വന്നത്. വെറുതെ ആ കാശ് കളഞ്ഞ്. ആ മന്ത്രവാദിനെ വിളിച്ച് ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പതേ തിരുമേനിക്ക് വട്ടായി. തിരുമേനിക്ക് വട്ടായി? വട്ടായോ? പിന്നെ എടാ, ഞാൻ ഇവിടെ ഉള്ളപ്പം വട്ടും പ്രേതത്തിനെയൊക്കെ ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ ആളെങ്കിൽ വിളിക്കേ. അല്ല എവിടാ? എത്തി എത്തി. ഇതാരായി നിക്കണേ? ഇതാണ് മന്ത്രവാദി, ഞാൻ പറഞ്ഞ തിരുമേനി. ഓ, തിരുമേനി. അല്ല, ആരേത്? ഒരുപാട് സിനിമകളൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ട്. അസൽ അഭിനയം ഉണ്ടോ? ആയിക്കോട്ടെ, മാളരവിന്ദ. ആയിക്കോട്ടെ. പിന്നെ ഇതാരായി നിക്കണേ? അന്ത്രുക്കാക്കന്റെ വീട്ടിലെ മുട്ടനാടല്ലേ? നീ എന്താ പ്ലായിലില്ലാതെ ഇവിടെ നിക്കണേ? വട്ടനാണേലും നല്ല കോമൺ സെൻസ്, നല്ല കോമൺ സെൻസ്. കീപ് ഇറ്റ് അപ്പ്, ഓക്കേ? അല്ല മാളരവിന്ദ, എന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നില്ല. പക്ഷെ കണ്ണൊന്ന് അടച്ച്. കണ്ണടയ്ക്കണം. വല്ല ഫീൽ ചെയ്തോ? തലച്ചോറിന്റെ ഫിലമെന്റ് അടിച്ചു എന്നൊരു സംശയം. അതെ അതെ അതെ, തനിക്ക് ചാണകോമാനിയ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. അതിപ്പം മാറി. ഇനി മേലിൽ ചാണകത്തെ ചവിട്ടരുത്, ഓക്കെ? ഓക്കെ. ചാണകം കണ്ടോ, നിസ്സാരമാണ്. ചാണകം കണ്ടോ, എത്ര പെട്ടെന്നാണ് അസുഖം മാറിയത്. ചാണകം എവിടെ? ചാണകം അവിടെ തന്നെ. ചാണകം അവിടെ ഉണ്ട്. ഈ കിടക്കണ്ട നിസ്സാരമായിട്ട്. അതെ അതെ, അത് തന്നെ. എന്താ കാര്യം? ചാണകം അത്ര നല്ല ബെസ്റ്റ് ചാണകം. ഇത് പഴയതാണ്, പഴയതാണ്. അതാണ്. എന്ത് ചാണകം? ചാണകമല്ലടാ, ഇവിടെ കൂടിയിരിക്കുന്ന യക്ഷി എന്തോ ഒരു പഴയ സ്ഥാനത്തിലാണ് കയറിയിരിക്കുന്നത്. ഭയങ്കര പ്രശ്നമാണെന്നേ. അതെ, ഇവിടെ എന്താണ് പഴയതുള്ളത്? പഴയതായിട്ട് ഞാൻ എഴുതി 2 സ്ക്രിപ്റ്റ് ഉണ്ട്. എത്തി. എന്താ ഉള്ളേ? 2 സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയത്. അത് വല്ല കപ്പൽഡി കച്ചവടക്കാരത്തും കൊണ്ട് കൊടുക്ക്. കപ്പൽഡി പുതിയ കൊള്ളാം. ശരീരം തൊട്ട് കളിക്കരുത്. സാർ പിന്നെന്താ ഉദ്ദേശിക്കണേ? ഇവിടെ എന്തോ ഒരു വസ്തുവിലാണ് ഈ പ്രേതം കയറിയിരിക്കുന്നത്. ഇവിടെ എന്താണ് വസ്തു ഉള്ളത്? പഴയ വസ്തു. അങ്ങനെ തെളിയിച്ച് പറയും. പഴയൊരു വസ്തുവിലല്ലേ? ഒറ്റ മിനിറ്റ് കൊണ്ടുവരാം. എടുത്തുണ്ടോ? ഇവൻ അറിയാൻ പാടുള്ളൂ. ഇവന് ആള് ശരിയല്ല. ഇവന്റെ പിന്നാലെ കറങ്ങി ഇറക്കുന്നതിന്റെ സെറ്റപ്പ് ഒക്കെ എനിക്കറിയാം. സാറേ, പഴയ ഒരു വസ്തു ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതി. പൊടി തട്ടിയെടുക്കാനും മാത്രമുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, സാധാരണ യക്ഷികളെ കണ്ട എനിക്ക് തിരിച്ചറിയാം. സാധാരണ യക്ഷികൾ പാട്ടുപാടും നൃത്തം ചെയ്യും. ഇവര് പാട്ടുപാടും നമുക്ക് ചോദിക്കാം. നിങ്ങൾ പാട്ട് പാടാറില്ലേ? ഞാൻ പാട്ട് പാടാൻ, ഡാൻസ് ചെയ്യാം, അഭിനയിക്കുക, എല്ലാം ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? കണ്ടോ എന്തായത്? പറഞ്ഞു കൊടുക്കേ. സൈക്കാട്രിസ്റ്റ് സണ്ണി മനസ്സിലാക്കി. ഞാനൊരു സെറ്റപ്പ് കാണിച്ചു തരാം. എന്താ പണിയാടേ കാണിച്ചത്? അയ്യോ, സാധാരണ യക്ഷികളുടെ കാല് മുട്ടാറില്ല. ഭരതമുനി ഇത്രയും സമയം കളം വരക്കണേ എത്ര വലിയ കളായിരിക്കും അത്. എടാ, അതെ, വരക്കണ്ടോര് വരക്കണം, അതാണ് കളം. മനസ്സിലായില്ലേ? ഈ ചെക്കൻ വിചാരിച്ച പോലെട്ടാ അസലായിട്ട് സ്കോർ ചെയ്തു. അതൊക്കെ നമ്മ കൊണ്ടുവന്ന പിള്ളേരല്ലേ. അപ്പൊ മെയിൽ സോളം ഓക്കെ. ഇനി ഫീമെയിൽ സോളം കൂടി വേണം. അതെ, അതൊരു സംവിധായകൻ നിലയ്ക്ക് എനിക്ക് നിർബന്ധമുണ്ട്. എന്താണ്? എസ് ജാനകി തന്നെ പാടണം. ഈ നാടകത്തിലൊക്കെ പാടാൻ എസ് ജാനകി വരുമോ? അതിനിപ്പോ മദ്രാസിൽ പോകണ്ടേ? എന്തിനാ മദ്രാസിൽ പോണേ? ഇവിടെ ഉണ്ടല്ലോ. എവിടെ? തൊട്ടടുത്ത്. തൊട്ടടുത്താ? കുറച്ചുകൂടെ അടുത്തേക്ക് നോക്കി. എവിടെ? മനസ്സിലായില്ലേ? നീയാ?
താനെ കളിയാക്കൊന്നും വേണ്ട. ഞാനേ 1900 ഏതൊരു വർഷത്തെ യൂണിവേഴ്സിറ്റി ഡിന്നർ ആയിരുന്നു. എടാ ഡിന്നർ അല്ല വിന്നർ. ആ വിങ്ങർ. അതെ, നീ ഏത് പാട്ട് പാടിയിട്ടാണ് ഈ വിന്നർ ആയത്? ഞാൻ നല്ല പാട്ട് പാടിയിട്ട് വിങ്ങർ ആയത്. അപ്പൊ നീ എസ് ജാനിയുടെ ശബ്ദത്തിലൊക്കെ പാട്ട് പാടും? പാടും. ഉറപ്പാണ്? എന്താ സംശയം? ഒരു പണി ഞാൻ പാടി കഴിഞ്ഞാൽ തരുമോ? എന്ത് പാടാൻ അവസരം തരുമോ? അവസരം തരാം. ഒരു പണി, ഈ നാടകത്തിൽ നിനക്ക് അവസരം തന്നിരിക്കുന്നു, പാട്ടൊന്ന് പാടിയ എസ് ജാനിയുടെ ശബ്ദത്തിലൊന്ന് കേൾക്കട്ടെ. കളിയാക്കരുത് കേട്ടാ. റെഡി 1 2 3 4. ഈശ്വര. എങ്ങനെയുണ്ട്? ഒരു പൊന്നാട. ഓ, ഞാൻ മരിച്ചിട്ട് കൊണ്ടുവന്നേരാന്ന് വിചാരിച്ചു. കലക്കി അടിച്ചു പിടിച്ചു അല്ലേ? പക്ഷെ അതുകൊണ്ടായില്ല, ഒരു കളർഫുൾ ഒക്കെ വേണം. അതെല്ലാം ഫുള്ളും കളറാണല്ലോ. OPR, OCR, വോഡ്ക, ഹണി ബി എന്ന് വേണ്ട ഈ ലോകത്തിലുള്ള എല്ലാ ഈശ്വര, ഞാൻ ഈ മദ്യപാനിനെ കൊണ്ട് തോറ്റു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയാത്ത തനിക്ക് കുട്ടികൾ ഇല്ലാണ്ടാവട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഒരു ഡാൻസ് ഒക്കെ വേണമെന്ന്. ആ ഡാൻസ് ഞാനും ആലോചിക്കണ്ടേ ഏത് ടൈപ്പ് ഡാൻസാ വേണ്ടേന്ന്. എന്നെ ശ്രദ്ധിച്ചോ? റെഡി 1 2 3 4. പൂ വേണോ പൂ? ഇവിടെ എങ്ങും വേണ്ട. അപ്പോ പൂ പൂ പൂ. പൂ വേണോ പൂ? നിന്നോടല്ലേ പറഞ്ഞ വേണ്ടെന്ന്, പോകാനായിട്ട് പറഞ്ഞില്ലേ? പൂ വേണമെന്നല്ല ചോദിച്ചത്, തന്നെ അവിടെ കാണാതെ ഇപ്പൊ പൂ വേണമെന്ന് ചോദിച്ചതാ. അത് ശരി. മുല്ലമാല, പവിഴമാല, രക്തമാല. എന്റെ ഒരു പൂവിക്കല്. എടാ, ഈ ടൈപ്പ് ഡാൻസ് അല്ല വേണ്ടത്. പൂലമാല, മില്ലമാല അതല്ല. നല്ല അടിപൊളി കളർഫുൾ ആയ ഡാൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണാവോ? അതിനു വേണ്ടി ഈ പിള്ളേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ? മലയാള സിനിമയിലെ പ്രമുഖരായ താരങ്ങളാണ് ഇവിടെ നൃത്തം വയ്ക്കാൻ പോകുന്നത്. ആരാണെന്നാ? എടാ, സംയുക്ത വർമ്മ. സംയുക്ത വർമ്മ? സംയുക്ത വർമ്മ ഇത് ചെയ്യോ? അത് ചെയ്യും. പിന്നെ ഐശ്വര്യ. ഐശ്വര്യ ഇത് ചെയ്യോ? അത് ചെയ്യും. പിന്നെ ജോമോൾ. ജോമോൾ ഇത് ചെയ്യോ? പിന്നെ മഞ്ഞ. മഞ്ഞ ഇത് ചെയ്യോ? മഞ്ഞ ഇത് ചെയ്യില്ല, ഇത് നന്നായിട്ട് ചെയ്യും. എടാ, നീ കാണ്, ഡാൻസ് കാണ്. എന്നാ കാണിക്കടോ താൻ. കാണിക്കാതാ. ഒരാളും കൂടി വന്നിട്ടുണ്ട്. ആരാ? സസ്പെൻസാ. സസ്പെൻസ് വന്നിട്ടാ? കഴുത. എടാ, സസ്പെൻസ് എന്ന് പറഞ്ഞ ചുണക്കുട്ടനും കൂടി ഇവരുടെ ഒപ്പം ഡാൻസ് ചെയ്യുന്നു. ഞാൻ പറയട്ടെ, കുഞ്ചാക്കോ കോപനാ? കുഞ്ചാക്കോ കോപനല്ല, കുഞ്ചാക്കോ ബോബൻ. താൻ കൊണ്ടുവന്നിട്ടുണ്ടാ? ഇവിടെ ഉണ്ട്. കിട്ടാതെ മുന്തിരി പുളിക്കും. എന്നാ മാറിയിരുന്ന് പൊളിച്ചോ. പുളിപ്പിക്കടോ. ഞാനിവിടെ ഉണ്ടോ. ഏത് സമയം ഇങ്ങനെ നടന്നാ മതി ആട്ടിക്കൊണ്ട്. വേഗം നോക്കണോ റിഹേഴ്സല്. ഈശ്വര, 10,000 പ്രാവശ്യം പറഞ്ഞതാ ഈ നാടകത്തിന്റെ സംവിധാന ചുമതല എന്നെ ഏൽപ്പിക്കില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? കൊരങ്ങന്നേല് പൂമാല കിട്ടിയ പോലെ പ്ലാസ്റ്റിക് ബട്ടൺസ്. ചീത്ത വിളിച്ചാണ്ടല്ല, അടിച്ചതിന്റെ കരഞ്ഞ ഞാൻ വിളിക്കും. താൻ ഇതിന്റെ ആരാ? ഞാൻ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ് പെട്ടി പിടിച്ച് നടന്നാ പോലെ. താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതുവരെ? ഞാൻ ചെയ്തോണ്ടിരിക്കല്ലേ. എന്ത്? ഞാൻ മ്യൂസിക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു നാടകം എങ്ങനെ തുടങ്ങുക? ഒരു നാടകം തുടങ്ങുന്നത് കർത്തം പൊങ്ങി കഴിയുമ്പോ.
അതിനു മുമ്പോ കർട്ടൻ താന്ന് കിടക്കല്ലേ, അതിന്റെ ഇടയ്ക്കോ? അതിന്റെ ഇടയ്ക്ക് സോഡ കുടിക്കും, ചായ കുടിക്കും. നമ്മ നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എടോ അതിന്റെ ഇടയ്ക്ക് അവതരണ ഗാനം നമ്മുടെ സാധാരണ അറിയോ? ഞാൻ ആലോചിക്കട്ടെ. ഈ സമയത്ത് താൻ ആലുവയിലേക്ക് പോലെ എങ്ങനെ? ആലുവയ്ക്ക് പോണെന്നല്ല പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ ആലോചിച്ച് വരുമ്പോ നേരം വെളുക്കും. അതെ, ഇവിടെ ആരെ പാടാൻ വരുന്ന അറിയോ? ആരാ? വിജയ് യേശുദാസ്. വിജയ് യേശുദാസ്? അതാരാ? യേശുദാസിന്റെ മോൻ അറിയില്ല അത്രേ. ഓ, ദാസപ്പന്റെ മോൻ. ഞങ്ങള് ദാസപ്പനായിട്ട് ഭയങ്കര ബന്ധമാണ്. യേശുദാസ് സാറിന് അറിയോ? അറിയോന്ന ഇവൻ എവിടത്തുകാരനാ. എടാ, ഞാനും ദാസപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബന്ധമാണ്. എടാ പോടാന്ന് ഞങ്ങൾ വിളിക്കാറ്. ഞാൻ എടാന്ന് വിളിക്കും, പുള്ളി പോടാ എന്ന് പറയും. അത്രക്ക് ബന്ധമാണ്. മനസ്സിലായി? നോണയല്ലേ? സത്യമായിട്ടും ഈ ബിജു ഇത്ര ഉള്ളപ്പ അമേരിക്കയിൽ എത്ര കുറച്ചുകൂടി പോരില്ലേ? ഇല്ല, അത്ര ഉണ്ടാവും. അമേരിക്കയിൽ മിയാമി. എവിടെ? മിയാമി. അവിടെ ചോടിക്കുന്ന കളിച്ചിടക്കും. ഇങ്ങനെ കളിച്ചിടക്കുമ്പോ എന്നെ കാണുമ്പോ അങ്കിളേ എന്നും പറഞ്ഞ് ഒറ്റപ്പെടുത്തോ. അത്രക്ക് ബന്ധമാണ്. നിന്റെ അടുത്ത് ഇനി അത് പറയണ്ട, കൂടുതലൊന്നും ഞാൻ പറയാനുള്ള. ഇതുകൊണ്ട പുഴു കടിച്ചതാ? അതല്ലടാ, ഇവിടെയാണ് വിജയ് യേശുദാസ് ഇരുന്ന് മൂത്രം ഒഴിച്ചത് ചെറുപ്പത്തില്. അപ്പൊ താനൽ ഇന്നലെ പറഞ്ഞ അവിടെ ഇരുന്നിട്ട് ജയചന്ദ്രന്റെ മോനെ ഒഴിച്ചെന്ന്. എടാ, ജയേന്ദ്രന്റെ മൂത്രം ഒഴിച്ചത് ഇവിടെ അല്ലേ? വേണ്ട. അപ്പൊ താനുള്ള കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവിടെ ഇരുന്നിട്ട് ഇളയരാജന്റെ മോനെ ഒഴിച്ചെന്ന്. എടാ, ഇളയരാജന മൂത്രം ഒഴിച്ചത് എവിടെയല്ലേ? ഇത് എവിടെ? എനിക്കറിയാനായിട്ട് ചോദിക്കുക. താനെന്ത് ഇവരൊക്കെ മൂത്രപ്പരെ? ആ, ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കണം. എന്ത് മൂത്രപ്പരെ? അതല്ലടാ, എന്തും സഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ദിസ് ഈസ് എ കലാകാരൻ. ഞാനും ദാസേനും തമ്മിലുള്ള ബന്ധം അതാ. ദാസപ്പൻ ഒരു സത്യം പറയട്ടെ, നുണ പറയാന്ന് തോന്നേയില്ല. ഹായ് വന്നല്ലോ. താനൊന്നും മനസ്സിലായ? ആരാ ചോദിച്ചു മനസ്സിലാക്ക. ആരാ? മനസ്സിലായില്ലോ. ഞാനാണ് യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ്. മണ്ടൻ. എടാ ബിജു, നീ പൊക്കം വെച്ചതൊന്ന് ഫോൺ ചെയ്ത് പറയാൻ വേണ്ടായില്ലേ? കഷ്ടമുണ്ട് കേട്ടോ. അപ്പനെ കണ്ട ഞാൻ മിയാമിയിൽ വെച്ച്. നിനക്ക് അറിയാൻ പാടില്ല അല്ലേ? ഇതാരത്? സംശയം ചോദിക്കട്ടെ, ഇതാരാന്ന്? ഇതും തന്നെ വിജയ് യേശുദാസ്. എന്താ സംശയം? അല്ല, താടിയൊന്നും കാണില്ല. എന്നെ വിളിച്ച എല്ലാം മനസ്സിലായി. അപ്പൊ പറഞ്ഞ പോലെ റെഡി 1 2 3 4. അച്ഛാ വധിച്ചാലും അല്ല ആശീർവദിച്ചാലും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കൂ. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കണ്ണൂരിനെ പോലെ തലയില്ലാതെ വരരുത്. തലയില്ലെങ്കിൽ മുഖം കഴുകാൻ പറ്റൂല. അച്യുതനമ്മാവൻ പഠിപ്പിച്ചെന്ന വെട്ടി നിരത്തൽ മറക്കരുത്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ചാനല് മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ കഞ്ഞി. അത് മറക്കരുത്. പോയി ജയിച്ചു വാ ലാൽസന. ജയ് ഗുരുവായൂരപ്പ ചെല്ലി. ഇടത്തേക്കാല് മുന്നോട്ട് വെച്ച്, ഇടത്തെ കൺപുരുകം മേളിലോട്ട് വെച്ച്, ഇടത്തെ ഇടുപ്പ് വലത്തോട്ട് ചരിച്ച് അവന്റെ വലത്തെ കൈപ്പത്തി വെട്ട്. വെട്ടിയല്ലേ? പേടിക്കണ്ട. വലത് കാൽ വലത്തോട്ട് നോക്കി വലം വെച്ച്, വലത് കാൽ വലത്തോട്ട് വലിച്ചമർത്തി, വലത് പുരികം നൂർത്തി വെച്ച്, പല്ലിളിച്ച് കാണിച്ച്, നുണ പറഞ്ഞ് നാണം കെട്ടിവെട്ട്. ചതിയാണ്. വെട്ട്. നാദാപുരം വെട്ട്, പാനൂര് വെട്ട്, നാനൂര് വെട്ട്, കണ്ണൂര് വെട്ട്, കൂത്തുപറമ്പ് വെട്ട്. അയ്യോ, കള്ളം കള്ളം. ഇങ്ങനത്തെ ഒരു അടവ് മുത്തച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടില്ല, അച്ഛനും മാമൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സംശയം തീർക്കാൻ നമുക്ക് മുത്തച്ഛനോട് നേരിട്ട് ചോദിക്കാം. അതിന് ഡൽഹി പോണ്ടേ? ഡൽഹിയിലൊന്നും പോണ്ട, അദ്ദേഹം ഇവിടെ കുമരകത്തുണ്ട്. വിളി. തച്ചോളി തറവാട്ടിലെ കാരണവർ അടൽ സൊള്ളി തമ്പ്രാൻ വാജ്പേയി ഗുരുക്കൾ എഴുന്നള്ളട്ടെ, എഴുന്നള്ളട്ടെ. ചേലുള്ള വള്ളത്തിൽ ചാഞ്ചക്കം വള്ളത്തിൽ ചേകവന്റെ തിരുവെഴുന്നള്ളത്ത് പടവാളുണ്ട്, പരിചയമുണ്ട്, ഉടമുറിക്കായി തിരുവെഴുന്നള്ളത്ത്, ഉടമുറിക്കായി തിരുവെഴുന്നള്ളത്ത്. മുത്തച്ഛ, ഇവൻ കാണിച്ചത് ശരിയാണോ? ഞാൻ കാണിച്ചത് ശരിയല്ലേ? हमारा कॉलोनी में इस तरह का वो नहीं पड़ता है.
പരന്തു. പരുന്തല്ലോ, അതൊരു കാക്കയല്ലേ? എടോ പരന്തു എന്നല്ല പറഞ്ഞത്, അനക്ക് ഭ്രാന്താണെന്നാണ് പറഞ്ഞത്. ഈ അങ്ക് കൽ സുബഹ ശാം കോ ബനാത്ത് വാലാ ഹേ. ആരെ ഈ ശ്യാമും സുബഹും? എടോ ഷാമിന്റെ കാശ് ബനാത്ത് വാലയ്ക്ക് കൊടുത്തു വിടാനാ പറയുന്നത്. ചുപ്പ് രഹോ. ഈ അംഗം നാളെ നടത്തുമെന്നാ പറഞ്ഞത്. അത് ശരി, എന്നാ മോൻ പോയി വിശ്രമിക്കും. ചെല്ലി. മോനും പോയി വിശ്രമിച്ചോളൂ. അതിനു മുമ്പ് മുത്തച്ഛനെ കുമ്പിട്ട് നമസ്കരിച്ചോളൂ. സൂക്ഷിച്ചോണം, അച്ഛന്റെ മോനാ കാല് വാരും. വാരി ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. കാലിന്റെ ചിരട്ട വീണ്ടും തെറ്റി. ഹേ ആരാ? വാജ്പേയി ഗുരുക്കളെ, തമിഴ്നാട് ദേശം അടക്കി ഭരിച്ചിരുന്ന പുരൈച്ചി തലൈവി ജയലളിത തമ്പുരാട്ടി മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. അച്ഛാ, ആനെ വാലേ കാ ബോലോ. അതെ, ആനനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ബുലാവോ. ഇപ്പ ബുൽത്താം. ബുലു ബുലു. കുട്ടിയാന കണക്കെ നടക്കുന്ന ദിവള, ഉപ്പുമാങ്ങ ഭരണി പോലിരിക്കുന്ന ഫിഗറ. മുടിക്കുവാൻ മിടിക്കിയും ഇവള, ഒടക്കിയാൽ ഇവളൊരു വടക്ക, കേന്ദ്രത്തെ കുലുക്കിയതിവളാണ്. ഹമാരാ തറവാട് മേം ആനെ വാലേ കോ ബഹുത് ഖുഷി ഹേ. வணக்கம் பெரியவரே, நான் இங்க வந்தது ஒரு பிரமாதமான விஷயம் சொல்லறதுக்கு. വന്ന കാര്യം പോലോ. ஐயா, நீங்க வந்து என்ன கொஞ்சம் ஹெல்ப் பண்ணணும். തടിച്ചു തലവി കാര്യം പറ. അവസാനം ഞങ്ങൾക്കൊരു കുരിശായി മാറരുത്. What is the matter? Tell me. அது வந்து എനിക്ക് വെക്കമാ ഇருக்கு. വന്നപ്പോൾ തന്നെ വെക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. പാരയാണോ? എടോ, വെക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നാണം തനിക്കില്ലാത്തത്. നാണം മത് കരോ, കാര്യം പോലോ. ശശികല ചോർത്തിയ കോടികൾ അനവധി ഞാൻ തരം ഞാൻ തരം ഞാൻ തരം ഞാൻ തരാം. അവൾക്കൊരു മാരനെ ഇവിടുന്ന് നീ തരണം 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 തരണം. അവൾ മരുമകളായിട്ട് കുടുംബത്തിൽ കയറിയാൽ ഉടനടി പുറപ്പുറം തൂക്കും. അവൾ ഒടുക്കത്തി ഗ്ലാമറ എന്നെ പോലെ തമിഴത്തി തമിഴ്നാട് വിട്ടു തന്ന സൈഫ. അതുകൊണ്ട് തന്നെ ഈ ബന്ധം നല്ലതാ. തരണം തരണം നം 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 നം. വാക്കു തരണം അയ്യാ, നീ വാക്കു തരണം. വാക്കു തരണം, കല്യാണം ചെയ്തു തരണം. ശശികല ചോർത്തിയ കോടികൾ അനവധി ഞാൻ തരം ഞാൻ തരം ഞാൻ തരാം. അവൾക്കൊരു മാരനെ ഇവിടുന്ന് നീ തരണം 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 തരണം. ശശികലയ്ക്ക് ഇവിടുന്ന് ഒരു മാരനെ കൊടുക്കണോ? സാധ്യമല്ല. हमारा तरवार का एक चेगवन को तुम्हारा तोड़ी शशिकला से शादी करने वाले तुम्हारा आग्रह നടക്കില്ല ഹേ. ശശികലയ്ക്ക് കുടുംബം എപ്പം കുളം തോണ്ടി ഒന്ന് ചോദിച്ചാ മതി. ஐயா, அப்படிയൊന്നും சொல்லாதய்யா. நான் உங்களுக்கு என்ன வேണേലും തരുവേൻ. നിന്നെ എനിക്ക് തരാവുന്നു, എനിക്കെന്തിന്? ഏ ലഡ്കി, तुम्हारा आग्रह ദില്ലി തന്നെ ഇരിക്കട്ടെ ഹേ. ഡൽഹിയിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, ഡൽഹി അല്ലടോ, ദില്ലി. ഹൃദയം തനിക്കില്ലാത്തത്. ஐயா, இந்த തുളുനാടുമായി இந்த തറവാടുമായി സംബന്ധം വന്നാൽ ഇங்கே இருக்கும் എല്ലാ പ്രശ്നവും തീർന്നിടും ஐயா. എന്ത് പ്രശ്നം? இந்த நாட்டில் ஒழுகும் அந்த காவேரி பிரச்சனம் இல்லையா, அந்த முல்லைப்பெரியார் ഡാമിൽ ഇരിക്കുന്ന തണ്ണി പ്രശ്നം இல்லையா, അതെല്ലാം ഞാൻ ഈസിയാ മുടിച്ചിടും ஐயா. മുടിച്ചിട്ട് വന്നോ? ഇവൾ തമിഴ്നാട് മാത്രമല്ല കേരളം കൂടെ മുടിപ്പിച്ച് അടങ്ങും. ഇവിടെ ഇപ്പൊ കേരളം മുടിപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, മൂന്നാമതൊരാള് വേണ്ട. മുടിക്കാനല്ല, ഭരിക്കാൻ എന്ന് പറയൂ. നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റും. ஐயா, உங்களை ஏமாத்தி பറ്റിக்கிறதுக்கெல்லாம் நாங்க ஒன்னாയി சேர்ന്നാൽ இங்கே ஒரு கலக்கு கலക്കാം ஐயா. ഇവിടെ കലക്കാൻ ഞങ്ങളുണ്ട്. കടക്കടി പുറത്ത് முடியாதுன்னு சொல்லாதய்யா. നോക്കി നിൽക്കാതെ അവിടെ മുടിക്ക് പിടിച്ച് പുറത്താക്കണോ? ஐயா, അല്ല പിന്നെ അയോഗ്യ ചേകവരെ, കേവലം ഒരു വയസ്സ് പൊണ്ണിനെ തലമുടിയാലെ സുറ്റി സുറ്റി എറിഞ്ഞിട്ടാറേ. ഇങ്ങ നടന്നത് ഞാൻ പീഡന കേസാക്കി മാറ്റി ഉങ്ങളെ ഉള്ള തള്ളുവേ. 60 പേർ ചേർന്ന് നടത്തേണ്ട പുനിതമായ സ്ത്രീ പീഡനം കേവലം 2 പേരിൽ ഒതുക്കിട്ടടാ നായ്ക്കളെ. ഒന്ന് മറ്റ ஞாபகம் വെച്ചുക്കോ. ഇങ്ങ പൊട്ടിപ്പോറதுக்கு ரெடியாയി നിൽക്കും அந்த മുല്ലപ്പെരിയാർ ഡാം ഞാൻ 2 നിലയായി കെട്ടിപ്പൊക്കി തട്ടിപ്പൊട്ടിക്കറേ.
കുത്തിപ്പൊക്കി இந்த நாட்டில் ஒழுகும் அந்த நதியை ഞാൻ മോട്ടോർ റോസ് വെച്ച് അടിച്ച് വെട്ടിച്ച് அந்த கிரவுண்டில் ഞാൻ கிரிக்கெட் விளையாட போறேன். இந்த புரட்சி தலைவி ஒரு தடவை சொன்னா அது 100 தடவை சொன்ன மாதிரி. ए लड़की, तुम्हारा परिप ഈ കളത്തിൽ വേവൽ नहीं है. கௌரவ சபையில் சேலை இல்லாம நிற்கும் பாஞ்சாலி இன்சல்ட் பண்ண மாதிரி நீங்க எல்லாம் என்ன ராகிங் பண்ண നോക്കുന്നോ? நீங்க எல்லாம் விசாரிச்சா എന്നെ ഒരു സുഖം பண்ண முடியாது. தெரியுமா? തെറി അറിയാമോന്നോ? ഇവൾ എന്തോ തെറി പറയുന്നുണ്ടല്ലോ. കൂടുതൽ പറഞ്ഞാ ഇവിടുന്ന് പോകത്തില്ല. വിടമാട്ടേ 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 വിടമാട്ടേ. എന്നെ കാപ്പാത്തുறதுக்கு എൻ മച്ചാൻ വരും. മച്ചാൻ വർഗീസ് നിന്റെ ആരാണ്? ഛേ, മച്ചാൻ വർഗീസ് എന്നോട് ആരുമേ അല്ലേ. എൻ കാതലൻ വരും, എൻ കടവുൾ വരും.